നന്നായിട്ട് പഴുത്തു പോവല്ലോ. അപ്പോൾ ആ പഴമൊന്നും ചിലപ്പം കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല. ശർക്കരയാണ് ഇടുന്നതെങ്കിൽ അല്ലെ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ചെറുപഴ ഉണ്ണിയപ്പം റെഡി. നമുക്ക് അങ്ങനെ ഇതിന് പേരിടാം. ഇപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു. ഇപ്പം മഴയൊക്കെ പെയ്ത് മാറി നിൽക്കുക. അടുത്ത മഴക്കോളും വരുന്നുണ്ട്. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് അടുക്കളയിൽ പോയി ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ചെറുപഴം വെച്ചാണ് ഞാൻ ഇന്നത്തെ സ്നാക്ക് റെഡിയാക്കുന്നത്. പാളാന്തടം പഴമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഞാൻ ചേർക്കത്തില്ല. ഈ പഴം ഞാൻ പൊളിച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ വീട്ടുകളിൽ ഇതേപോലെ പഴം മേടിച്ചിട്ട് നന്നായിട്ട് പഴുത്തു പോവല്ലോ. അപ്പോൾ ആ പഴമൊന്നും ചിലപ്പം കഴിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാകത്തില്ല, നന്നായിട്ട് പഴുത്തു പോകുമ്പോൾ. അപ്പോൾ അത് നമുക്ക് വേസ്റ്റ് ആക്കി കളയണ്ട. ആ പഴമാണെങ്കിലും ഇതേപോലെ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പഴം ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ചെറിയ തവിയിൽ 3 തവി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര ഞാനിവിടെ ഉരുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആണെങ്കിൽ ചേർത്താലും മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയും മധുരം വേണം അതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അരച്ചെടുക്കാം. അത് കഴിഞ്ഞ് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ബാറ്റർ ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ആ ശർക്കരപ്പാനിക്കകത്താണ് ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശർക്കരയാണ് ഇടുന്നതെങ്കിൽ അല്ലെ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കിനിയും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ തിരുമിയതോടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങ വേണമെങ്കിൽ നമ്മൾ ഈ പഴമൊക്കെ അടിക്കുന്നതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഇടുവാണെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പോലെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ ഒത്തിരി പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണേലും അടിപൊളിയാണ്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഇട്ട് വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് റെഡിയായി വരുന്നുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടല്ല ഗോൾഡൻ കളറായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടിട്ട് ഈ ഭാഗം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുപഴ ഉണ്ണിയപ്പം റെഡി. നമുക്ക് അങ്ങനെ ഇതിന് പേരിടാം. ചെറുപഴം ഉണ്ണിയപ്പം എടുത്തിട്ടുണ്ട് കഴിക്കാൻ. നല്ല സോഫ്റ്റാണ് ഇത്. സൂപ്പർ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ മാവ് കുതിർത്ത് വെച്ചില്ലെങ്കിലും നല്ല സോഫ്റ്റ്, അത് ഗോതമ്പ് പൊടിയായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.